അതെ എല്ലാവരും ഡ്രില്ല് പിടിക്കുന്ന കാര്യം പറഞ്ഞു. എനിക്ക് ഇങ്ങനെ ഡ്രില്ല് പിടിക്കാനാണ് കംഫർട്ട് ആയിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഡ്രില്ല് പിടിച്ചിട്ട് ഇങ്ങനെയാണ് കോൾ അടിക്കുന്നത്. എനിക്ക് ഇങ്ങനെയാണ് കംഫർട്ട്. ജിഷ്ണു വാ, ജിഷ്ണുവിൻ്റെ ഡ്രില്ല് പിടിക്കുന്നത് നോക്കണേ. അതിപ്പോ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അവന്റെ രണ്ട് വരുന്നുണ്ട് തോന്നുന്നു. ഇനി എന്റെ പിടുത്തം എന്താ ഇവിടെയാണ് വരുന്നത്. എൻ്റെ ഇതിൽ ഈ കൈ ഇവിടെ വരും, ഇത് ഇവിടെ വരും, ഇതിങ്ങനെ വരും. ഞാനും അടിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റും. ഇതാണ് പവർ ബോൾ. ഇനി വേറെ ഏട്ടൻ എഴുതി കാണിച്ച് ഞാൻ ഇതേ എൻ്റെ പെന്നെ പിടുത്തം ഇങ്ങനെയാണ്. അതായത് ഈ രണ്ട് വിരലിൻ്റെ ഇതിൻ്റെ ഇടയിലിട്ട് ഞാനിങ്ങനെ എഴുതാം. ഇതാണ് എൻ്റെത്. ജിഷ്ണു നീ പിടിച്ചേ, നിന്റെ എഴുത്ത് എങ്ങനെ? ഞാൻ ഇങ്ങനെ പിടിക്കുന്നത് ഇതിനിടയ്ക്കാണ്. ഞാൻ ഇങ്ങനെ എഴുതുന്നത്. ശ്രീകുട്ടി ഒന്ന് പോയി എന്റെ രസം. ഞാൻ പെന്നും പെൻസിലൊക്കെ പിടിക്കുന്നത് ആ ഒരു വിരൽ എവിടെയാടി? ഇതിന്റെ ആവശ്യം എനിക്കില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. കണ്ട എന്റെ പിടുത്തം ഇങ്ങനെയാണ്. ഇതുപോലെ ആരും കാണിക്കില്ലല്ലോ. അതേപോലെ തന്നെയാണ് എനിക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഡ്രില്ല് പിടിക്കുന്നത്. എനിക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. അത് കുറേ ചേട്ടന്മാർക്ക് എന്തോ ഈ പെൺകുട്ടി ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, അവർ പണി അറിയില്ല എന്ന് പറഞ്ഞിട്ടാണോ എന്നറിയില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഒരു കമന്റ് വരുന്നുണ്ട്. അതായത് ശ്രീകുട്ടി ഡ്രില്ല് അടിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അപ്പ കമന്റ് വരും. അതായത് ഡ്രില്ല് പോലും അടിക്കാൻ അറിയില്ല, പിന്നെ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ ഞാനിപ്പോ ഇത്ര നാളായിട്ടും വർക്ക് ചെയ്യുന്നത് 2 വർഷമായില്ലടാ ജിഷ്ണു. ഞാൻ 2 വർഷത്തിന് മേലെ ആയിട്ടുള്ളൂ. ഇത്രയും വർഷം വർക്ക് ചെയ്തത് ഞാൻ ഇങ്ങനെ ഡ്രില്ല് പിടിച്ചിട്ട് എനിക്ക് ഇതാ കംഫർട്ട്. എന്റെ കയ്യിൽ ഇത് നിൽക്കും.